സ്പൈസ് ഡിഷേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പീനട്ട് ബട്ടർ ബാർസിന്റെ റെസിപ്പിയാണ്. ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സ്വീറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ സ്വീറ്റ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക, കാരണം നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഇതിൽ ഞാൻ ഒരുപാട് പീനട്ട് ബട്ടർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. മാക്സ് ടു മാക്സ് 4-5 സ്പൂൺ പീനട്ട് ബട്ടർ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ പീനട്ട് ബട്ടർ ബാർസ് തയ്യാറാക്കാനായി നമുക്ക് ആദ്യം അതിൻ്റെ ലെയർ തയ്യാറാക്കണം, ബിസ്ക്കറ്റിൻ്റെത്. അതിനായിട്ട് ഞാനിവിടെ മാരി ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് 300 ഗ്രാമിൻ്റെ പാക്കറ്റാണ്, പക്ഷേ ഞാൻ 200 ഗ്രാം എടുക്കുന്നുള്ളൂ ബിസ്ക്കറ്റ്. അപ്പോൾ ഇതിനകത്ത് 3 സെക്ഷൻ ആയിട്ടാണ്. അപ്പോൾ അതിന് 2 സെക്ഷൻ ബിസ്ക്കറ്റാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. പിന്നെ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഡാർക്ക് കമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. ഇത് എല്ലാ കേക്കിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കുന്ന കടയിലും എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഡാർക്ക് കമ്പൗണ്ട് ചോക്ലേറ്റ് 150 മുതൽ 200 ഗ്രാം നമുക്ക് വേണ്ടി വരും അതിൻ്റെ മുകളിൽ ഒഴിക്കാനായിട്ട്. നമുക്ക് എത്ര തിക്നെസ്സിലാണോ വേണ്ടത് ചോക്ലേറ്റിൻ്റെ ലെയർ, അത്രയും നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് പീനട്ട് ബട്ടറാണ്. ഞാനിവിടെ ഫൺ ഫുഡ്സിൻ്റെ പീനട്ട് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ക്രഞ്ചി ആയിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് കപ്പലണ്ടിയുടെ പീസസ് ആയിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ക്രീമി ആയിട്ടുള്ള ഒരു നട്ട്സ് ഇല്ലാത്ത അങ്ങനത്തെ ആണെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ പീനട്ട് ബട്ടറൊക്കെ ഇപ്പോൾ എല്ലായിടത്തും കിട്ടും. 10 റുപ്പീസിനുണ്ട്, 50 റുപ്പീസിനുണ്ട്, ചെറിയ ചെറിയ പാക്കറ്റായിട്ടും കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാനാണെങ്കിൽ ആ ചെറിയ പാക്കറ്റ് വാങ്ങിച്ച് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പിന്നെ നമുക്ക് ഈ ബിസ്ക്കറ്റിൻ്റെ ലെയറിൽ ആഡ് ചെയ്യാനായിട്ട് ബട്ടറും കൂടി മെൽറ്റ് ചെയ്ത് വെക്കാനുണ്ട്. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ടോട്ടലി ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കരുത്. ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് അത് എല്ലായിടത്തും ഒന്ന് ഈവനായിട്ട് സ്പ്രെഡായിട്ട് നമുക്കിങ്ങനെ എന്ത് പറയാനാണ്, ഒരു ഇങ്ങനെ നമുക്ക് ലെയർ ഫോം ചെയ്യാൻ പറ്റുന്ന കൺസിസ്റ്റൻസി ആവുന്നത് വരെ ബട്ടർ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ ബിസ്ക്കറ്റ്സ് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ 200 ഗ്രാം ബിസ്ക്കറ്റ് ഇതുപോലെ പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പൊടിയാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ ബിസ്ക്കറ്റിനത് ഈ ഒരു കൺസിസ്റ്റൻസി നന്നായിട്ട് പൊടിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയും കഴിഞ്ഞിട്ടില്ല, ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരുന്ന ബട്ടറില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് ആദ്യമേ ആഡ് ചെയ്യൽ, കുറച്ച് ആഡ് ചെയ്തിട്ട് മിക്സിയിലൊന്ന് കറക്കി കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റ് കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്ക് നിർത്തി കൊടുക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് പീനട്ട് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാനിവിടെ ഒരു വലിയൊരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നു. 1-1.5 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ച് നോക്കാം. കറക്റ്റ് കൺസിസ്റ്റൻസി ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്, ബിസ്ക്കറ്റും പീനട്ട് ബട്ടറും കൂടി ആഡ് ചെയ്തിട്ട്. അപ്പോൾ കണ്ടില്ലേ, ആദ്യത്തെ നമ്മളെ പൗഡർ കൺസിസ്റ്റൻസി ആയിരുന്നു ബിസ്ക്കറ്റിന്, പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസി ആയി കിട്ടിയിട്ടുണ്ട്. ഞാൻ കൈ കൊണ്ട് കാണിച്ചു തരാം, നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഷേപ്പ് ഫോം ആവണം. അപ്പം ഞാനിതിങ്ങനെ ചെയ്യുകയാണ് കൈ കൊണ്ടെങ്കിൽ, അത് ഇങ്ങനെ ഷേപ്പ് ഫോം ചെയ്യാനുള്ള ടെക്സ്ചറിലായിരിക്കണം നമ്മൾ ബിസ്ക്കറ്റ് ആവാനായിട്ട്. അല്ലാതെ ഇങ്ങനെ പൊടിഞ്ഞു പോകാൻ പാടില്ല. നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അത് നല്ല ഷേപ്പ് ഇങ്ങനെ ഫോം ആവുന്ന കൺസിസ്റ്റൻസി ആയിരിക്കണം. അതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ എടുത്ത് വെച്ചിരുന്ന 4 ടേബിൾ സ്പൂൺ ബട്ടറും ആഡ് ചെയ്തു. പിന്നെ എടുത്ത് വെച്ചിരുന്ന 2 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് എനിക്കിത് കറക്റ്റായിട്ട് കിട്ടിയത്. ഫുള്ളും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മളുടെ സെറ്റ് ചെയ്യാനുള്ള മോൾഡിലേക്ക് ഇട്ടിട്ട് ഒന്ന് ലെയറാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പാത്രത്തിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഡിഷ്. അപ്പോൾ ഞാനിവിടെ ആ മൗളിലേക്ക് കുറച്ച് ബട്ടർ തേച്ചിട്ട് അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാലും നമുക്കിത് കറക്റ്റായിട്ട് ഇളക്കി എടുക്കാൻ പറ്റുള്ളൂ. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഇപ്പം അടിച്ചു വെച്ചില്ലേ മിക്സിയിൽ ഈ ബിസ്ക്കറ്റിൻ്റെ മിക്സ്, അത് നമുക്കിതിലേക്ക് ഇട്ടിട്ട് ലെയറാക്കി എടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ആ ബിസ്ക്കറ്റിൻ്റെ മിശ്രിതം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇതൊന്നിങ്ങനെ പ്രസ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ലെയർ നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇതുപോലെ ലെവൽ ചെയ്തെടുത്തിരിക്കുകയാണ്. ജസ്റ്റ് സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ലെയർ കറക്റ്റായിട്ട് ഇങ്ങനെ ആക്കി കിട്ടും. ഇനി നമുക്ക് നെക്സ്റ്റിൻ്റെ മുകളിലേക്ക് ഒഴിക്കാനുള്ള ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. അതുവരെ നമുക്ക് വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. ഫ്രീസറിലല്ല, താഴത്തെ തട്ടിൽ വേണമെങ്കിൽ വെക്കാവുന്നതാണ്. വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കിയുള്ള ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഇവിടെ ഒരു ബൗളിലേക്ക് 200 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമുക്കിത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പീനട്ട് ബട്ടറും കൂടി ആഡ് ചെയ്യാനുള്ളതാണ്. ഇത് ജസ്റ്റ് ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ നമുക്ക് പീനട്ട് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പീനട്ട് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമുക്ക് എത്രയാണോ ഫ്ലേവറിന് വേണ്ടത് അത്ര ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു 2 സ്പൂണെങ്കിലും ആഡ് ചെയ്യുന്നുണ്ട്. ഇതും കൂടി ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഇപ്പോൾ പീനട്ട് ബട്ടറും കൂടി ആഡ് ചെയ്ത് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ക്രഞ്ചി ആയിട്ടുള്ള പീനട്ട്, അതിൽ ഇങ്ങനെ കപ്പലണ്ടിയുടെ പീസസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുന്നത്. നിങ്ങളുടെ കയ്യിൽ അല്ലാത്ത പീനട്ട് ബട്ടർ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, ഇങ്ങനെ നട്ട്സ് ഒന്നും കിടക്കാത്തതാണെങ്കിൽ. അപ്പം ഞാനിവിടെ ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ലെയറിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പം ഞാനിവിടെ ബിസ്ക്കറ്റ് സെറ്റ് ചെയ്ത പാത്രം എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്കാണ് നമുക്ക് ആ ചോക്ലേറ്റിൻ്റെ ലെയർ ഒഴിക്കേണ്ടത്. അത് ഒരുപാട് തണുക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂട് മാറിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആ ചോക്ലേറ്റിൻ്റെ ലെയർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു സ്പൂണും കൊണ്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഡെക്കറേഷൻ ചെയ്യാൻ പോവുകയാണ്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്യേണ്ട. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇനി നമുക്കിതൊന്ന് ഡിസൈൻ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഫോർക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പീനട്ട് ബട്ടർ എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൊന്ന് മെൽറ്റ് ചെയ്ത് എടുത്തതാണ്. ഇനി അത് ഇതിൻ്റെ മുകളിൽ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പീനട്ട് ബട്ടർ ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ റാൻഡമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഡിസൈൻ ഒന്നും ചെയ്യണമെങ്കിൽ ചെയ്യാതിരിക്കാവുന്നതാണ്. ടോട്ടലി ഓപ്ഷണലാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പം ഞാനിവിടെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഒരു മാർബിൾ ഡിസൈൻ പോലെയൊക്കെ തോന്നും. ഇവിടെ ഡിസൈനിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കും ഒരുപാട് പീനട്ട് ബട്ടറൊക്കെ ഇട്ടിട്ടുണ്ടെന്ന്. ഇല്ല, ഞാൻ അത്രയും പീനട്ട് ബട്ടറൊന്നും യൂസ് ചെയ്തിട്ടില്ല. മാക്സ് ടു മാക്സ് 4-5 സ്പൂണേ ഞാൻ ചേർത്തിട്ടുള്ളൂ. വലിയ 4-5 സ്പൂൺ അത്രേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും കാണുമ്പോൾ ഒരുപാട് പീനട്ട് ബട്ടറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ അത്രയും ചെയ്തിട്ടില്ല. പിന്നെ ഈ ഡിസൈനിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമ്മളുടെ പീനട്ട് ബാർ നല്ല കറക്റ്റായിട്ട് സെറ്റായി കിട്ടിയിരിക്കുകയാണ്. കണ്ടില്ലേ, നന്നായിട്ട് സെറ്റായി കിട്ടിയിരിക്കുകയാണ്. അതുപോലെ ഡിസൈന് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് സൈഡിൽ നിന്നൊക്കെ ആ ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇതിൻ്റെ ലേയേഴ്സ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് സെറ്റായി കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യാനായി ആദ്യം ഒരു കത്തി കൊണ്ട് ഞാനൊന്നിങ്ങനെ മാർക്ക് ചെയ്യുകയാണ്. എന്നിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ ഇച്ചിരി വലിയ പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ചെറുതായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തും എടുക്കാൻ പറ്റുന്നുണ്ട്. നോക്കൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കറക്റ്റ് ലെയറൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ടും. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള പീസസും കട്ട് ചെയ്തെടുക്കാം.
അപ്പം ഞാൻ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പീനട്ട് ബട്ടർ ബാർസ് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിങ്ങൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സ്വീറ്റാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇത് അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിലുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.